9 തരം മില്ലറ്റും ബ്ലാക്ക് റൈസും കഴുകി വൃത്തിയാക്കി ഉണക്കിപ്പൊടിച്ച് തയ്യാറാക്കുന്ന മിക്സഡ് മില്ലറ്റ് പൊടിയാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോണത്. പാക്ക് ചെയ്യും. ഇതുകൊണ്ട് പലതരത്തിലുള്ള അപ്പങ്ങൾ ഉണ്ടാക്കാം, പത്തിരി ഉണ്ടാക്കാം. ഇതേമാതിരി നമ്മൾ നമ്മുടെ മില്ലറ്റുകളും അതേമാതിരി മഞ്ഞൾ, ചുക്ക് ഇതെല്ലാ മാസവും ഉണക്കും. എന്തിനാ പറഞ്ഞത്? മണിച്ചോളം എന്ന് ഉണക്കാനിട്ടതാണ് 6/9/2025. ഇനി കറക്റ്റ് ഇതേമാതിരി 10-ാം മാസത്തിൽ നമ്മൾ ഉണക്കും. അതേമാതിരി ഇതാ ചുക്ക് 5/8/2025 ഒരു മാസമായി. അപ്പോൾ ഇന്ന് ഉണക്കുകയാണ്. അപ്പോൾ എല്ലാ മാസവും ഉണക്കും. ഇതെന്തിനാണ് ഉണക്കുന്നത് പറഞ്ഞാൽ, നമ്മൾക്ക് അവർ കോൾഡ് സ്റ്റോറേജിൽ വെച്ച മില്ലറ്റുകളാണ് തരിക. അതിൽ കുറച്ച് ഈർപ്പം ഉണ്ടാവും. അവർക്ക് തൂക്കം കുറയാണ്ടിരിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന പണിയാണ്. അല്ലെങ്കിൽ അവർക്ക് ഇതിന് കീടനാശിനികളൊക്കെ വെച്ച് മരുന്നൊക്കെ വെച്ച് സൂക്ഷിക്കണം. അവർ ഭക്ഷ്യസാധനങ്ങളായതുകൊണ്ട് അവർ മരുന്ന് വെക്കില്ല. അവർ അതിനനുസരിച്ച് കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിക്കണം. കോൾഡ് സ്റ്റോറേജിലാകുമ്പോൾ ഒരു കൃത്യമായ ഈർപ്പം അതിലുണ്ടാവും. കേടൊന്നും വരില്ല, സൂക്കടൊന്നും വരില്ല, ഒരു കേടും ഉണ്ടായില്ല, വിഷാംശങ്ങളൊന്നും അതിലുണ്ടായില്ല. അങ്ങനത്തെ സാധനമാണ്. നമ്മൾക്ക് കോൾഡ് സ്റ്റോറേജിൽ വെക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല. അപ്പം നമ്മൾ കേട് വരാണ്ടിരിക്കുക എന്താ ചെയ്യുക പറഞ്ഞാൽ, എല്ലാ മാസവും കൃത്യമായിട്ട് ബാക്കിയുള്ള സാധനം ഉണക്കും, പിന്നെയും ബാക്കിയുള്ള സാധനം ഉണക്കും. അങ്ങനെ ഉണക്കി സൂക്ഷിച്ചില്ലെങ്കിൽ ഇതിൽ ഈർപ്പം നിലനിൽക്കും. ഈർപ്പം നിലനിന്ന് കഴിഞ്ഞാൽ പുഴുക്കേടും പ്രാണികളും കൃമികളും ഉറവൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്ന് കേട് വന്നു പോകും. അപ്പം നശിക്കാണ്ടിരിക്കണമെങ്കിൽ നന്നായി ഉണങ്ങണം. പിന്നെ മറ്റ് പലവരും ഇതിന് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ കെമിക്കൽസുകൾ വയ്ക്കും. പല കീടനാശിനികളും ഇതിൻ്റെ വെള്ള കളറിൽ കിട്ടും. ഇതിനൊക്കെ പല പേരിൽ കിട്ടും വാങ്ങാൻ. ഇതൊക്കെ കേരളത്തിലാണ് നിരോധിച്ചിട്ടുള്ളൂ. ബാക്കി സ്റ്റേറ്റിലൊക്കെ ഇത് ഇഷ്ടമായി കിട്ടും. അവരൊക്കെ ആ കെമിക്കൽ വയ്ക്കുക ചെയ്യുക. അല്ലെങ്കിൽ മരുന്ന് മൊത്തത്തിൽ അടിച്ചുകൊണ്ട് ചാക്കോടുകൂടി അടിച്ച് ഇതാക്കും. അല്ലെങ്കിൽ ഒരു സൾഫർ പറഞ്ഞ സാധനങ്ങൾ, ചുക്കിനും മഞ്ഞളിക്കാനും സൾഫർ പറഞ്ഞ സാധനങ്ങൾ ഉപയോഗിക്കും. അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പം നമ്മൾ ഇതൊന്നും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി കേട് വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ മാസവും ഒന്ന് ചൂടാക്കി വെക്കും. അങ്ങനെ നമ്മൾ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ധാന്യങ്ങൾ എന്തുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലിപ്പോൾ ചെറുപയർ, പരിപ്പ് ഇതൊക്കെ വാങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞാൽ കേട് വരും. കേട് വരുന്നത് എന്താണ് പറഞ്ഞാൽ, അതിൻ്റെ വിഷാംശത്തിൻ്റെ വീര്യം കഴിഞ്ഞു, പിന്നെ തണുപ്പടിച്ചു. നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നത് നേരെ സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ തണുപ്പടിക്കും. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ തന്നെ ഈ പ്രാണികൾ ഉടലെടുക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ ഭക്ഷ്യധാന്യങ്ങൾ എപ്പോഴും ഓരോ മാസം കൂടുമ്പോൾ ഇതേമാതിരി ഉണക്കി വൃത്തിയാക്കി സൂക്ഷിച്ച് വെക്കണം. ഇവിടെ തയ്യാറാക്കാൻ പോണത് 9 തരം മില്ലറ്റും ബ്ലാക്ക് റൈസും റെഡ് റൈസും ഇവയും ചേർത്ത് കഴുകി ഉണക്കി പൊടിച്ച് വറുത്ത ശേഷം ഉപയോഗിക്കുന്ന ഒരു മാവാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോണത്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി എടുത്ത മില്ലറ്റുകൾ നമുക്ക് പരിചയപ്പെടാം. ഇത് കൊറോളി പറഞ്ഞാൽ മില്ലറ്റുകളിൽ രാജാവാണ്. ബ്രാൻഡ് ടോപ്പ് മില്ലറ്റ് പറയും. ഇത് വരാഗ് കോഡോ മില്ലറ്റ്. ഇത് തിന ഫോക്സ്ട്രോൾ മില്ലറ്റ്. ഇത് ബ്രാൻഡ്യാർഡ് കുതിരവാലി. ഇത് കോറ റാഗി പറയും. ഇത് പ്രോസോ മില്ലറ്റ് പനിവരക്. ഇത് മണിച്ചോളം, സ്വർഗം, വൈറ്റ് സ്വർഗം എന്നൊക്കെ പറയും. ഇത് പേള് കമ്പ് പേൾ മില്ലറ്റ്. ഇത് ചാമ ലിറ്റിൽ മില്ലറ്റ്. ഇതെല്ലാ മില്ലറ്റും കൂടി കലർന്നിട്ടുള്ള മിക്സഡ് മില്ലറ്റാണ്. പിന്നെ പ്രധാനപ്പെട്ട അരികളിൽ രാജാവായ ബ്ലാക്ക് റൈസ്, അതേമാതിരി റെഡ് റൈസ്, മാപ്പിള സംഭ പറയും. തമിഴ്നാട്ടിൽ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ഇനം നെല്ല, ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള അരിയാണ് റെഡ് റൈസ്, മാപ്പിള സംഭ. പ്രോസോ മില്ലറ്റ് പനിവരക്. ഈ ബ്ലാക്ക് റൈസ് അരികളിൽ രാജാവാണ്. ഇത് ഏറ്റവും നല്ല അരിയാണ്. ആന്തോസയാനും പറഞ്ഞ ഒരു കെമിക്കൽ ഇതിലുണ്ട്. ഇത് നമ്മുടെ തലച്ചോറിൽ രക്തഓട്ടം നന്നായി നടക്കുന്നതിനും ഹൃദയത്തിൽ രക്തോട്ടം നടക്കുന്നതിനും രക്തോട്ടം എല്ലാവിടെയും സുഖമായി നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കെമിക്കലാണ് ആന്തോസയാനിൻ. ഇത് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നതിനും ഹാർട്ട് പ്രശ്നങ്ങൾ അതേമാതിരി ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഗുണം ചെയ്തിട്ടാണ്. അതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ മില്ലറ്റുകളുടെയും ഇതിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ അടിച്ചു നോക്കിയ ഗൂഗിളിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്കറിയും. ഒരുപാട് ഗുണമുള്ളതാണ്. ഇതിൽ ഇരുമ്പുണ്ട്, നാരുണ്ട്, കാൽസ്യം ഉണ്ട്, നിയാസിൻ പറഞ്ഞ കെമിക്കലുണ്ട്. അതേമാതിരി നാര് സത്തുള്ളതാണ്. LDL കൊളസ്ട്രോളിനെ കളയാൻ, മോശം കൊളസ്ട്രോളിനെ നശിപ്പിക്കാനുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ള സാധനമാണ്. ഇതെല്ലാവരും ഒരു നേരമെങ്കിലും ഒരു ദിവസം കഴിക്കണം. ഒരുപാട് ശരീരത്തിന് ഗുണം ചെയ്യുന്നതാണ്. ഇതിനെപ്പറ്റി നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അറിയും. ബ്ലാക്ക് റൈസ്, കറുപ്പ് കവുണി അരിസി പറയും. അപ്പോൾ ഇതും കൂടി നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ പാക്കറ്റായിട്ട് വിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ നമ്പറിൽ ബന്ധപ്പെട്ട അത് വാങ്ങാം. അപ്പോൾ ശുചിക്കുട്ടി നമുക്ക് തുടങ്ങുന്നത്
ശരിക്കുട്ട. അപ്പം മിക്സഡ് മില്ലറ്റുകളൊക്കെ നമുക്ക് കഴുകിയെടുക്കാം. എന്നാ തീന ഒട്ട് തീന കമ്പ് മണിച്ചോളം കൂട്ടും. മണിച്ചോളം, ചാമ, കോറ 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 പ്രോസോ മില്ലറ്റ്, പനിവരക്, കുതിരവാലി ശുചിക്കുട്ട, കൊറോളി, ബ്രാൻഡ് ടോപ്പ്, മില്ലറ്റ് രാജാവ്, വരാഗ് വരാഗ് വരാഗ്, മാപ്പിള സംബ, റെഡ് റൈസ്, മാപ്പിള സംബ. ഇതാ ശുചിക്കുട്ട അരികളുടെ രാജാവ് റെഡ് റൈസ്, ബ്ലാക്ക് റൈസ്, ബ്ലാക്ക് റൈസ്. മില്ലറ്റുകൾ നന്നായി കലരട്ടെ, മിക്സഡ് മില്ലറ്റ് ആകട്ടെ. ഇനി കഴുകണം. ഇനി കഴുകി ഇത് നിറം നോക്ക്, ചളി കഴുകി ശരിക്കുട്ടാ. വേണ്ട, ഇതിൽ ചളികൾ കണ്ടില്ല, ഇത് കഴുകി കളയണം. 2 പ്രാവശ്യം വെള്ളം തെളിയണ വരെ കഴുകണം. കൂട്ടാ 2-3 പ്രാവശ്യം ഇങ്ങനെ കഴുകി വൃത്തിയാക്കണം. വെള്ളം നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി വാരിയെടുക്കാം. നമ്മുടെ മില്ലറ്റിൽ പിന്നെ കല്ലൊന്നുമില്ല. വെള്ളം നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി വാരി വെക്കാം, വെള്ളം പൊടിക്കാൻ വേണ്ടി വെക്കാം. നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്, വെള്ളം നന്നായി തെളിഞ്ഞ് വന്നു. നമ്മുടെ മില്ലറ്റിൽ കല്ലൊന്നും ഉണ്ടായില്ല, അതുകൊണ്ട് കല്ലരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് കഴുകും തോറും ഇതിന് ഒരു കളറ് നിറം മാറ്റം വരും. അത് മണ്ണോ ചളിയോ അല്ല, ഈ ഇതിലുള്ള തവിടുകളാണ്. വരിയിടും, വരിയിടും. ശിജു അവിടെ പോയിരുന്നോ? ശിജുക്കുട്ടി പരത്തിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആവും. ഇതിന് വെള്ളമൊക്കെ പൊടിച്ച് ഉണങ്ങിയ ശേഷം നമുക്ക് പൊടിക്കാൻ കൊണ്ടുപോകാം. പൊടിച്ച ശേഷമാണ് വറുക്കുന്നത്. വറുത്ത ശേഷം പിന്നെ ചരിച്ചെടുത്ത് പാക്ക് ചെയ്യും. നമ്മൾ വറുത്ത് പൊടിച്ച് പാക്ക് ചെയ്യുന്നത് കൊണ്ട് കേടേ വരില്ല. എത്ര കാലം വേണമെങ്കിൽ പൊടി കേട് വരാണ്ടിരിക്കും. കാറ്റ് കടക്കാത്ത കുപ്പിയിൽ സൂക്ഷിച്ച് വെക്കണമെന്ന് മാത്രം. മില്ലറ്റ് നമ്മൾ ഉണക്കി പൊടിച്ച് വറുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വറുത്ത് കഴിഞ്ഞപ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോൾ നമ്മളിത് ആറാൻ വെച്ചിരിക്കുകയാണ്. ഇതാ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ ആറാൻ വെച്ചിരിക്കുകയാണ്. ഒരു 4-5 മണിക്കൂർ വരെയാണ് ആറണമെങ്കിൽ. മില്ലറ്റ് മിക്സ് വറുത്ത് പൊടിച്ചത് ചൂടാറിയിട്ടുണ്ട്. നമ്മൾക്കിനി പാക്ക് ചെയ്യാം. പാക്ക് ചെയ്യിക്കൂട്ടാ. മതി മതി മതി. അങ്ങനെയാണ് 2 കൈ കൊണ്ട് ഓട്ടിക്കുന്ന. സ്റ്റിക്കർ ഒട്ടുക. വാ, സ്റ്റിക്കർ ഒട്ടുന്ന അതിൽ സ്റ്റിക്കർ ഒട്ട്. നന്നായി ഒട്ട്. അമർത്ത് എങ്ങനെ അമർത്ത്. അവിടെ എടുത്ത് വെക്കും. അടുക്കി വെക്ക്. എല്ലാം അടുക്കി വെക്ക്. ശുചിക്കുട്ടനാണ് സ്റ്റിക്കർ എല്ലാം ഒട്ടിയത്. പാക്ക് ചെയ്ത് സ്റ്റിക്കറൊക്കെ ഒട്ടി ശുചിക്കുട്ടി. മിക്സഡ് മില്ലറ്റിൻ്റെ പൊടി ശുചിക്കുട്ടി പാക്ക് ചെയ്ത് ഒട്ടിച്ചു. ഇതാ മിക്സഡ് മില്ലറ്റിൻ്റെ പൊടിയുണ്ട്. ഇതിൽ നമുക്ക് പത്തിരി ഉണ്ടാക്കാം, ഇടിയപ്പം, നൂലിപ്പുട്ട് ഉണ്ടാക്കാം, അടയുണ്ടാക്കാം, മുദ്ദുണ്ടാക്കാം, മുദ്ദ്. അതേമാതിരി തരിയുള്ളതുണ്ട്, നല്ല തരിയുള്ളത്. അതുകൊണ്ട് കുറ്റിപ്പുട്ടും ഉണ്ടാക്കാം. അങ്ങനെ 2 തരം പൊടിയുണ്ട് മിക്സഡ് മില്ലറ്റിൻ്റെ. ഇത് ശരീര വെയിറ്റ് കുറയ്ക്കാനും അതേമാതിരി പൊണ്ണത്തടി ഉള്ളവർക്കും ഷുഗർ ഉള്ളവർക്ക് ഷുഗർ കുറയ്ക്കാനും എല്ലാത്തിനും ഇത് ദിവസത്തിൽ ഒരു നേരം കഴിക്കുന്നത് വളരെ നല്ല ഗുണം ചെയ്യുന്നതാണ്. ഇതിൽ കൂടുതൽ ഫൈബർ കണ്ടൻറ് ഉണ്ട്, അയേൺ ഉണ്ട്, കാൽസ്യം ഉണ്ട്, ഫൈബർ ഉണ്ട്. അങ്ങനെ ഒരുപാട് ശരീരത്തിന് ആവശ്യമുള്ള ഒരുപാട് മൂലകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ചെറുധാന്യങ്ങളായ ഈ മില്ലറ്റുകൾ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഒരു ദിവസമെങ്കിലും ഒരു നേരമെങ്കിലും ഉൾപ്പെടുത്തണം. ഒരു ദിവസത്തിൽ വളരെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. നമ്മൾ എപ്പോഴും അരി ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് കാര്യമായില്ല. ഇങ്ങനെയുള്ളത് ഇടയ്ക്ക് കഴിച്ച് നമ്മൾ ശരീരം രോഗങ്ങൾ വരാതെ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി നോക്കേണ്ടതാണ്. എല്ലാ പ്രായക്കാർക്കും കഴിക്കാതെ. അപ്പം നമ്മൾ പലതരം മില്ലറ്റ് മിക്സും അതേമാതിരി ബ്ലാക്ക് റൈസ്, റെഡ് റൈസ് ഇതെല്ലാം ചേർത്തി പൊടിച്ചത് കൊണ്ട് നമ്മൾ വിവിധതരം അപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുകൊണ്ട് പലതരത്തിലുള്ള അപ്പങ്ങൾ ഉണ്ടാക്കാതെ പത്തിരി ഉണ്ടാക്കാം. അതേമാതിരി പത്തിരി, ഇടിയപ്പം പറഞ്ഞ നൂലിപ്പുട്ടുണ്ടാക്കാം. അതേമാതിരി മുദ്ദ് ഇട്ട് എന്നൊക്കെ പറയും കന്നഡത്തിൽ. മുദ്ദ് എന്നൊക്കെ പറയും. കോറയും കൊണ്ടൊക്കെ അവർ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ അത് മിക്സഡ് മില്ലറ്റ് കൊണ്ടുള്ള എല്ലാതരം മില്ലറ്റും ചേർത്തിട്ടുണ്ടാക്കുന്ന ഉണ്ടയാണ്.
അതേമാതിരി അടയുണ്ടാക്കുക, എണ്ണയൊന്നും തേക്കാണ്ടുള്ള അട ഇലയിൽ പരത്തി ചുട്ടിട്ട്. പിന്നെ അതേമാതിരി കുറുക്ക് മാതിരി പെട്ടെന്ന് ജോലി സ്ഥലത്തേക്കൊക്കെ പോണവരാണ്, അർജൻറ്റാണ്, നമുക്കൊരു പെട്ടെന്ന് ഒരു ആഹാരം വേണം പറഞ്ഞാൽ കുറുക്ക് മാതിരി ഉണ്ടാക്കി കഴിക്കാം. മധുരം ചേർക്കണവർക്ക് ശർക്കര വേണമെങ്കിൽ ചേർക്കുക, പാല് ചേർക്കേണ്ടവർക്ക് പാല് ചേർക്കുക, നെയ്യ് ചേർക്കേണ്ടവർക്ക് നെയ്യ് ചേർക്കുക. അതൊക്കെ അവരവൻ്റെ ഇഷ്ടമാതിരി ചേർക്കുക. നമ്മൾ പത്തിരി അതേമാതിരി ഇടിയപ്പം ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെള്ളം ചേർക്കുന്ന അരിക്ക് സാധാരണ ചേർക്കുന്ന അതേ അളവിൽ നിന്ന് കുറച്ച് കുറവ് ചേർക്കുക, അല്ലെങ്കിൽ ഒട്ടൽ കൂടുതലാവും. അത്രേ ഇതിൽ വ്യത്യാസമുള്ളൂ. ഇത് ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യണതാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാൻ, പിന്നെ ബ്ലാക്ക് റൈസ് പറഞ്ഞ ആന്തസയാനുള്ളത് കൊണ്ട് രക്തഓട്ടങ്ങൾ സുഖമായി നടക്കാൻ, അതേമാതിരി കരൾ പ്രശ്നത്തിന്, അലർജിക്ക്, പൊണ്ണത്തടി കുറയാൻ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. ഷുഗറുകാരൊക്കെ നമ്മുടെ ഇത് സ്ഥിരം വാങ്ങിയിട്ട് കൊണ്ട് നിങ്ങളൊക്കെ യൂട്യൂബിലും നെറ്റിലും ഗൂഗിളിലൊക്കെ പരിശോധിച്ചിട്ട് ബോധ്യപ്പെടുക. നമ്മൾക്ക് ഇതും കൊണ്ട് പലതരം വിഭവങ്ങൾ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്, വേണ്ടവരൊക്കെ വാങ്ങുക, കഴിക്കുക. 9 തരം മില്ലറ്റ് ചേർന്നിട്ടുണ്ട്, 2 തരം അരി ചേർന്നിട്ടുണ്ട്. തടി കുറയ്ക്കുന്നവർക്ക് നല്ലതാണ്, എക്സസൈസ് എടുക്കുന്ന ജിമ്മുകൾക്ക് നല്ലതാണ്, നന്നായി പണിയെടുക്കുന്നവർക്ക് നല്ലതാണ്, രോഗികൾക്ക് നല്ലതാണ്, കുട്ടികൾക്ക് നല്ലതാണ്, വലിയവർക്കും പ്രായവർക്കും എല്ലാവിധ രോഗികൾക്കും ഇത് ഗുണം ചെയ്യുന്നതാണ്. ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.